ഇതൊരു ഓസിലേറ്ററിന് വേണ്ട LC ടൈം കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് ടാങ്ക് സർക്യൂട്ട്. അപ്പോൾ ഈ പോയിൻ്റ് ഞാനിത് ഗ്രൗണ്ട് ചെയ്തതുകൊണ്ട് ഇവിടെ ഈ ഫേസിലാണ് സിഗ്നലെങ്കിൽ ഇത് ഓപ്പോസിറ്റ് ഫേസിലായിരിക്കും. ഈ ടേൺസ് വളരെ കുറവായതുകൊണ്ട് വളരെ ചെറിയ വോൾട്ടായിരിക്കും, ഇത് കൂടുതലായിരിക്കും. അതായത് ഈ കപ്പാസിറ്റർ ചാർജഡ് ആണെങ്കിൽ ഇൻഡക്ടറിലേക്ക് ഡിസ്ചാർജ് ചെയ്താൽ വീണ്ടും ഇൻഡക്ടറിൽ കൊളാപ്സ് ചെയ്യണ ഫ്ലക്സിൽ ഒരു ഓപ്പോസിറ്റ് വോൾട്ടേജ് ഉണ്ടായിട്ട് കപ്പാസിറ്റർ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചാർജ് ചെയ്യും. ആ ഓപ്പോസിറ്റ് ചാർജ് ഇൻഡക്ടറിലേക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഡിസ്ചാർജ് ചെയ്യും, വീണ്ടും അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചാർജ് ചെയ്യും. അങ്ങനെ അത് ഓസിലേഷൻ രണ്ട് ഡയറക്ഷനിൽ വന്നിട്ട് സ്റ്റോപ്പാകും. കാരണം ഇതിലൊരു റെസിസ്റ്റീവ് ലോസും കപ്പാസിറ്റീവ് ലോസും ഉള്ളതുകൊണ്ട് അത് സ്റ്റോപ്പാകാണ്ടിരിക്കാനായിട്ട് ഈ സിഗ്നൽ എടുത്തിട്ട് ഒരു ആംപ്ലിഫയർ വെച്ചിട്ട് ആംപ്ലിഫൈ ചെയ്തിട്ട് ഇതിൽ ഫീഡ്ബാക്ക് ചെയ്യാം. അപ്പോൾ ഒരു കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിൽ ഈ ഫേസിലാണ് സിഗ്നൽ ആണെങ്കിൽ കളക്ടറിൽ അതിൽ 180 ഔട്ട് ഓഫ് ഫേസ് ആണ്. അപ്പോൾ 180 ഔട്ട് ഓഫ് ഫേസ് ആയതുകൊണ്ട് ഇത് ഫീഡ്ബാക്ക് കറക്റ്റ് ഫേസിൽ തന്നെ കിട്ടും. അപ്പോൾ ഇതൊരു ട്രാൻസിസ്റ്റർ ഈ സർക്യൂട്ടിന് ഇപ്പോൾ ഈ നേരത്തെ വരച്ച ഇതേ സർക്യൂട്ട് LC അതിൽ ഇത് ഗ്രൗണ്ടാണ്. അപ്പോൾ ഇവിടെ ഇത് ഈ ഫേസിലാണെങ്കിൽ ഈ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആംപ്ലിഫൈ ചെയ്തിട്ട് ഇങ്ങോട്ട് ഫീഡ്ബാക്ക് ചെയ്യും. അപ്പോൾ ഇത് സ്റ്റോപ്പ് ആകാതെ നിൽക്കും ഓസിലേഷൻ. ഇതിൻ്റെ ബയാസ് കണ്ടീഷൻ കപ്പാസിറ്ററും എല്ലാം ഈ ട്രാൻസിസ്റ്ററിൻ്റെ HFEയും ഈ കോയിലിൻ്റെ ഇമ്പിഡൻസും ഫ്രീക്വൻസിയും ഒക്കെ നോക്കിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കാം. അതായത് ഇത് ഒരു ലോഡ്, കളക്ടറിലെ ലോഡ്. അപ്പോൾ ഇവിടെ നിന്നൊരു കപ്പാസിറ്റർ വെച്ചിട്ട് ഇതിലോട്ട് നമ്മൾ ഫീഡ്ബാക്ക് ആംപ്ലിഫൈ ചെയ്ത സിഗ്നൽ ഇതിലേക്ക് കൊടുക്കണം. ഇൻപുട്ട് ഒരു ചെറിയ വോൾട്ട്, ഈ പോർഷൻ ഇതിലുള്ള ആ വോൾട്ടേജിലുള്ള ഒരു ചെറിയ പോർഷൻ ഇൻപുട്ട് കൊടുത്താൽ ഇത് കൂടുതൽ ആംപ്ലിറ്റ്യൂഡിൽ ഇതിനെ ആംപ്ലിഫൈ ചെയ്തിട്ട് ഇതിലേക്ക് ഫീഡ്ബാക്ക് ചെയ്യണം ഈ കോയിലിൽ. ഇങ്ങനെയാണ് അത് ഓസിലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണത്. അപ്പം ഇതിൻ്റെ ഹൈ ഫ്രീക്വൻസി ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു സിമുലേഷൻ ഇങ്ങനെയാണ് കൂടുതൽ മനസ്സിലാക്കാൻ എളുപ്പം. ഇത് എമിറ്ററിൽ കിട്ടണ്, ഇവിടെ ബേസ്, ഇത് കളക്ടർ. കാരണം ഈ ഹൈ ഫ്രീക്വൻസിക്ക് ഇതൊരു ഷോർട്ട് പാത്തായിട്ടാണ് വന്നത്. അപ്പം ഇത് കളക്ടറിൽ, ഇപ്പം ഇവിടെ കളക്ടറിലോട്ട് കിട്ടണം. ഈ പോർഷൻ ഇതിൻ്റെ ബേസിൽ ഇവിടെ ടാപ്പ് എമിറ്ററിൽ, അതായത് ടാപ്പ് ഇതുവഴി ഈ കപ്പാസിറ്റർ വഴി എമിറ്ററിലേക്ക്. അപ്പോൾ ഈ സർക്യൂട്ട് നമുക്ക് ഈ ലോഡ് റെസിസ്റ്റൻസ് അവോയ്ഡ് ചെയ്തിട്ട് ഇത് നേരിട്ട് കണക്ട് ചെയ്തിട്ട് ഇതിലേക്ക് കൂടി പ്ലസ്സിലേക്ക് ഫീഡ് ചെയ്യാം. അപ്പോൾ ഈ പോയിൻ്റ് പ്ലസ്സിൽ കണക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു കപ്പാസിറ്റർ ഇട്ടിട്ട് എമിറ്ററിലേക്ക് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ ഈ കപ്പാസിറ്റർ വെച്ച എമിറ്ററിലേക്ക് കിട്ടി. അപ്പോൾ കളക്ടർ ഇത് പ്ലസ് കൊടുക്കാം, ഇവിടെ പോസിറ്റീവ് കൊടുത്ത് ഈ പോസിറ്റീവ് ഇതിൽ കിട്ടും. അപ്പോൾ നമുക്ക് ലോഡ് റെസിസ്റ്റൻസ് ഇവിടെ പ്ലസ്സിൽ നിന്ന് വേണ്ട, അത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഇത് സീരിയസ് ആയിട്ട് ഇതിൽ ഫീഡ് ചെയ്യാം. അപ്പോൾ പോസിറ്റീവ് ഇതിലേക്ക് കിട്ടും. അപ്പോൾ ബേസ് ഈ പോർഷൻ ഗ്രൗണ്ടാണ്. അപ്പോൾ ബേസിലേക്ക് ഈ സിഗ്നൽ ഫീഡ്ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ കളക്ടറിൽ ഫീഡ്ബാക്കും കിട്ടും. ഈ DC പവറും ഇതിലേക്ക് കിട്ടും. ഇതേമാതിരി ഒരു ലോഡ് റെസിസ്റ്റൻസ് വെച്ചിട്ട് പവർ സപ്ലൈ കൊടുത്ത് ഇങ്ങനെ ഫീഡ് ചെയ്യാതെ ഈ കമ്പോണൻറ്റ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഇങ്ങനെ ചെയ്യാം. പിന്നെ കുറേയും കൂടി സിമ്പിളായിട്ട് ഇത് നേരിട്ട് ഗ്രൗണ്ട് ചെയ്യാം. ഇവിടെ ഒറ്റ ബയാസ് ചെയ്യാം. ആ ബയാസ് ഇവിടെ പ്ലസ് കിട്ടണോണ്ട് ഇങ്ങനെ ഇതിലേ ചെയ്യാം. അതായത് ഇവിടെ പോസിറ്റീവ് ഇവിടെ കിട്ടണത് ഈ കോയിൽ ഇവിടെ പോസിറ്റീവ് ഉള്ളതുകൊണ്ട് ഇവിടെ നിന്ന് ഒരു സിംഗിൾ റെസിസ്റ്റൻസ് ഇട്ട് ബയാസ് ചെയ്യാം. ഇത് നേരിട്ട് കണക്ട് ചെയ്യാം. കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ ഇത് എമിറ്ററിലേക്ക് കിട്ടും. അതായത് ഇവിടെ ഇത് എമിറ്ററിലേക്ക് കിട്ടണം. ഞാനിപ്പോൾ ഇത് നേരെ വരച്ചാൽ നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലാവും. ഇത് എമിറ്ററിലേക്ക് ഇവിടെ കിട്ടും ഈ പോയിൻ്റ്. അപ്പോൾ ഇത് കളക്ടർ പവർ സപ്ലൈ ഇതിലേക്ക് കിട്ടും. അപ്പോൾ ഈ സിഗ്നൽ ഇതിൽ കൊടുത്തിട്ട് ആംപ്ലിഫൈ ചെയ്തിട്ട് ഫീഡ്ബാക്കും കിട്ടും, DC കണ്ടീഷനും കിട്ടും. ഇതാണ് സീരീസ് ഫെറ്റ് ഹാർട്ട്ലി വെരി സിമ്പിളായിട്ട് ഉള്ള പ്രദീപ് പറഞ്ഞത്.
പക്ഷേ അതിൽ പ്രദീപ് ഇട്ടേക്കണത് ഈ എമിറ്ററിലേക്ക് ഉള്ള ആ കപ്പാസിറ്റർ ഇട്ടിട്ടില്ല. പിന്നെ രണ്ടാമത് പറഞ്ഞതിൽ ഈ മൊത്തം ട്യൂണിങ് അല്ല, ഈ കളക്ടറിൽ മാത്രം, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇത് ഇങ്ങനെ മനസ്സിലാക്കി ഒരു സർക്യൂട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ തിയറി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ ക്ലീൻ ആയിട്ടുള്ള പിക്ചർ കിട്ടും. അല്ലാതെ ഗൂഗിളിലുണ്ട് അങ്ങനെ നോക്കിയിട്ടല്ല, ടെക്സ്റ്റ് ബുക്കിലും ഗൂഗിളിലും ഉള്ളതൊന്നും അല്ല ഇത്. അതായത് സ്വന്തം വാക്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയാൽ അത് സ്വന്തമായിട്ട് സിമ്പിൾ ഫോമിൽ എക്സ്പ്ലെയിൻ ചെയ്യുക, മറ്റുള്ളവർക്ക് മനസ്സിലാക്കുന്ന വിധത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. അതേ ഉദ്ദേശിച്ചുള്ളൂ. ഞാൻ പറഞ്ഞത് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക വർക്കിംഗ് തിയറി, ഇതേ ഞാൻ പറഞ്ഞുള്ളൂ.